ഞാൻ ഇന്നലെയും കൂടിയും എൻ്റെ മോനോട് പറഞ്ഞുള്ളൂ, നീ ഭാഗ്യമുള്ളവനാണ്. കേട്ടാ ചില നമ്പറുകൾ എടുത്ത് മാറ്റി വെക്കാനുള്ള നമ്പർ ഞാനാ അവനെ പഠിപ്പിച്ചേ. ആരാത്? അവറാച്ചനാ. കേറി വാടാ അവറാച്ച. ഞങ്ങള് കോടീശ്വരന്മാർക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. അവറാച്ചന്നാ ഇന്നലെ വരെ അവറാച്ചൻ മുതലാളി എന്ന് വിളിച്ചിരുന്ന നീ ഒരു ലോട്ടറി അടിച്ചപ്പോ എന്റെ പേര് വിളിക്കാൻ വളർന്നോടാ. ദേവസി. ദേവസി മുതലാളി. നീ നിന്റെ കട കൊടുക്കണുണ്ടാ അവറാച്ച? താൻ അത്രക്ക് വലുതായോ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഈ കമ്പ്യൂട്ടറിൽ മോർന്നായിരുന്നു. മാറി നിന്നേക്കാം. അല്ല പിന്നെ ന്യൂ ജനറേഷൻ മുതലാളി അറിഞ്ഞില്ലേ, മുനിസിപ്പാലിറ്റിക്കാരത് പൊളിക്കാൻ തീരുമാനിച്ച് ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത്. മുനിസിപ്പാലിറ്റി വരെ വിലക്ക് മേടിക്കും ഈ ദേവസി. 80 ലക്ഷമാണ് അടിച്ചിരിക്കണേ. താനൊലത്തും. ഇനി മുനിസിപ്പാലിറ്റിക്കാരെ നിൽക്കൂ. എന്താണ് അവറാച്ച? ചെല്ലി അവിടെ മുനിസിപ്പാലിറ്റി വാങ്ങിക്കാൻ നിൽക്കുക. ഇനി ബാങ്ക് കൂടി കൊടുക്ക്. അതെന്തെങ്കിലും സാറ് നമസ്കാരം. സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങള് ദേവസ്വേട്ടനെ നേരത്തെ തന്നെ കാണാൻ വരാതിരിക്കായിരുന്നു. എന്തായാലും ഞങ്ങള് നോട്ടീസ് എടുക്കാനിരിക്കണായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഈ ബാങ്കില് ആധാരം വെച്ച് ലോൺ എടുത്ത് 4 ലക്ഷം രൂപ, പലിശ ഉൾപ്പെടെ 6,40,000 രൂപ ആയേ. ഇനിയിപ്പോ ഒറ്റയടിക്ക് സെറ്റിൽ ചെയ്യുമല്ലോ അല്ലേ? പലിശയില് കുറച്ച് ഇളവൊക്കെ ചെയ്തേക്കാം ഞങ്ങള്. അതൊന്നും വേണ്ട. 1 രൂപ പോലും കുറയ്ക്കണ്ട. എത്രയാണെന്ന് വെച്ചാ പറഞ്ഞാ മതി. പലിശയോ കൂട്ടുപലിശയോ നോട്ടീസ് അയക്കാൻ വെച്ച വകയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് കൂട്ടിക്കോ. ആയിക്കോട്ടെ. ഒന്ന് പിടിച്ചേ. എനിക്ക് പൂ അലർജി. നിന്റെ മേലെ എങ്ങനെ റീത്ത് വയ്ക്ക? പറ്റില്ലടാ. ആർക്കെല്ലാം നല്ല വരുമ്പേ സന്തോഷം ശീലമില്ലടാ. അവനെ പത്രക്കാരൻ പേടിച്ചകത്തിരിപ്പുണ്ട്. ഞാൻ പത്രക്കാരെ പ്രതീക്ഷിച്ച് പുറത്തിരിക്കാം. ലോട്ടറി അടിച്ച ബോധം പോവും. ബോധം പോയില്ലേ? നീ അല്ലേ ചങ്കർപ്പുള്ളവനാടാ. നമുക്ക് ശ്രീലങ്കയിൽ പോയി തമിഴ് പുലികളുടെ കൂടെ പുലി കളിക്കണം. ചൈന വൻമതലിന്റെ പുറത്തിരുന്ന് നമുക്ക് സമൂസ തിന്നണം. ഈജിപ്ത് പിരമിഡിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഊർന്നിറങ്ങണം. പിന്നെ ബാലി, മണാലി, കുളു കേൾക്കുമ്പോ തന്നെ കുളിര് കോരളിയാ. നീ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എന്തുപറ്റി? നിനക്ക് ശരിക്കും കുളിര് കോരണ ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രൈസ് അടിച്ച ടിക്കറ്റ് ഇല്ലേ, അതാ നേപ്പാളി കൊണ്ടുപോയി പുതിയലായി പോയി. നേപ്പാളി കൊണ്ടുപോയാ? എന്റെ കുളു, എന്റെ മണാലി, എടാ എന്റെ പിരമിഡ് തന്തറിഞ്ഞ ഇല്ല. വെറുതെ അല്ല ആ ഓഞ്ഞ മൊത്തത്തിൽ സന്തോഷം. നീ ഒന്ന് പോകണ്ട. മനുഷ്യന് ഉള്ള സമാധാനം പോയി കിടക്കണേ. ഇതിന് മേലെ ലോട്ടറി അടിക്കണ്ടായിരുന്നു. ഇങ്ങോട്ട് എടാ കാശ് നീ എന്ത് ചെയ്യാൻ പോണു? എടാ ആകെയുള്ള കാശടാ. എനിക്കും വേണം ഒത്തിരി മനസ്സമാധാനം. കാലത്തെ മുതൽ ഈ നിമിഷം വരെ ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് കയ്യും കടക്കൂല, അറിയാമോ? അടിച്ചത് നിനക്കാണെങ്കിൽ സ്വപ്നം കണ്ട മുഴുവൻ ഞാനാ. അത് വളരുന്നതിന് മുമ്പേ ചവിട്ടി മെതിച്ച് അരച്ച് കരിച്ചു കളഞ്ഞില്ലേ നീയല്ല ആ നേപ്പാളി. ഇതൊന്നും അറിയാതെ കൊട്ടി തകർത്തുകൊണ്ടിരിക്കുന്ന ആ പിഞ്ചു പൈതങ്ങളോട് ഞാൻ എന്ത് പറയും? കുറച്ച് തലക്ക് വെളിവ് തരാൻ പറയടാ അവന്മാരോട്. അവന്മാരറങ്ങിയേറ്റോണ്ടെന്ന് പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാണ്. ലോട്ടറി നമ്മുടെ ബാങ്കിൽ തന്നെ ഇടുവല്ലോ അല്ലേ? പിന്നെ കുറച്ച് ഡെപ്പോസിറ്റും കൂടെ ചെയ്യണം. അതൊക്കെ ചെയ്യാം പ്രസിഡന്റ്. നാളെ ബാങ്ക് തുറക്കുമ്പോ ഞാൻ ലോട്ടറി ടിക്കറ്റ് ആയിട്ട് അതിന്റെ മുമ്പിലേക്ക് വരും. അത് പോരെ? അത് മതി. കൈ കൊണ്ട് വന്നേക്കണോ? ഇങ്ങനെ
എന്താണ്? ഈ ആഘോഷത്തിന്റെ ഇടയ്ക്ക് വിട്ടുപോരുന്നല്ല. കൊണ്ട് നിർത്തിയേ. നിർത്താൻ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ എനിക്കല്ല ലോട്ടറി അടിച്ച്. ഈ നിൽക്കുന്ന പീറ്ററിന് ഇവൻ വിളിച്ചു പറഞ്ഞ പ്രകാരം മാറ്റിവെച്ച ലോട്ടറിക്ക് 1ാം സമ്മാനം 80 ലക്ഷം രൂപ അടിച്ച്. നിക്ക് ഈ മാലയൊന്നും എടുത്തോട്ടെ, ചേരാനില്ല. ആ പൊക്കം ഇങ്ങോട്ട് തന്നെ. ഇത് പിടിക്കും പീറ്റർ സാറേ. നാളെ ബാങ്കിലേക്ക് വരാൻ വണ്ടി വിടാട്ടോ പീറ്റർ സാറേ. പലിശയും കൂട്ടുപലിശയും കൂട്ടി വെച്ചിട്ടുണ്ട് ദേവസി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല നോട്ടീസ് നാളെ തന്നെ എത്തിച്ചേക്കാട്ടാ. പ്രസിഡന്റ്, ആ ലോട്ടറി അടിച്ചതിന്റെ ഒരു 8 ലക്ഷം രൂപ കമ്മീഷൻ എനിക്ക് കിട്ടും. ആ. 3 മാസത്തിനുള്ളിൽ കിട്ടിക്കോളും. അപ്പൊ എന്തായാലും ഞാൻ അടച്ചോളാം. അതുവരെ ഒന്ന് ക്ഷമിക്കും പ്ലീസ്. ആ. അതെ, നേരത്തെ പറഞ്ഞ പലിശ അളവില്ലേ, അതും കൂടി ഒന്ന് ചെയ്തു തന്നാ നല്ലായിരുന്നു. ഇനി ഉവ്വ, ഉവ്വ. ശരിക്കും ഇതെന്താ സംഭവിച്ചത്? നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്നൊരു സെൽഫി, അതായിരുന്നു എന്റെ ആഗ്രഹം. നിന്റെ ഈ ഒടുക്കത്തെ ആഗ്രഹം കാരണം ഒരു പരിപാടി നടക്കാത്തത്. നീ എന്തിനാണ് ലോട്ടറി അടിച്ചത് എനിക്കാന്ന് പറഞ്ഞത്? പിന്നെ ബാങ്കിൽ രാവിലെ കൊണ്ട് നീ കൊണ്ടേ സബ്മിറ്റ് ചെയ്യോ ലോട്ടറി? എടാ, നാളെ നേരം വിളിക്കുന്ന പോലെ കടക്കാരന്റെ വീടിന് മുമ്പ് ക്യൂ ആയിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ആ ലോട്ടറി തിരിച്ചു പിടിക്കണം. എങ്ങനെ? എടാ, ആ ലോട്ടറി അടിച്ചത് അവൻ അറിഞ്ഞിട്ടുണ്ടാവൂല. അവൻ ആ ലോട്ടറി കൊണ്ട് നേപ്പാളിൽ പോയിട്ട് ഒരു കാര്യമില്ല. അതവിടെ മാറ്റാനും പറ്റൂല. ഇല്ലേ? അതാണ് പറഞ്ഞത്, നമ്മള് പോണം നേപ്പാളില്. നേപ്പാളിലാ? നേപ്പാള്, കാഠ്മണ്ഡു, ഡാൻസ് ബാർ പൊളിക്കും. ഈ സംഭവം പൊളിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? നമ്മള് നേപ്പാളിൽ അവൻ ഇവിടെ പോയി തപ്പും. എടാ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അവന് ഫോട്ടോ ഇല്ലേ, പേരറിയാൻ പാടില്ലേ? നമ്മക്ക് പോകാന്ന്. ഇങ്ങോട്ട്. എടാ കൊച്ചു കള്ള, എടാ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകോട്ടാ. നീ ഇത് പിടിക്ക്. ഒരു പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ഭാഷ. അതെ, നിനക്ക് ഹിന്ദി അറിയാല, എനിക്ക് ഹിന്ദി ഇംഗ്ലീഷും അറിയാം. പിന്നെ 100 കണക്കിന് ടൂറുകൾ പോയി തഴക്കവും പഴക്കവും തഴമ്പും വന്ന ഞാൻ കൂടെയുള്ളപ്പോൾ ഭയം എന്തിന് ബാഹു? എടാ, 30 ദിവസത്തിനുള്ളിൽ ലോട്ടറി സബ്മിറ്റ് ചെയ്താൽ ഈ പ്രൈസ് മണി കിട്ടൂല. എന്തിനാ 30 ദിവസം? ഒരു മിനിറ്റ്. ദേ, എവിടെ നേപ്പാൾ എന്ന് പറഞ്ഞാൽ, നേപ്പാൾ എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ 30 ദിവസം എന്തിനാണ്? 30 മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. ഞാൻ ഉറപ്പായിരുന്നു. എടാ, വേറെയും പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? എടാ, പോകാനുള്ള കാശ് വേണ്ടേ? 5ന്റെ പൈസ കയ്യിലില്ല. ആകെയുള്ള നുള്ളിപ്പറക്കിയിട്ടാണ് നീ ആ സാധനം വാങ്ങിയത്. പോകാനുള്ള കാശ് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ആ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നേന്. എടാ, വാകേറിയ ദൈവം സ്റ്റിച്ചിട്ട് തരാതിരിക്കൂല. അല്ല, എര തരാതിരിക്കൂല. വഴിയുണ്ടാകും.